ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ ചിറ്റയുടെ വീട്ടിൽ ഹൗസ് വാമിംഗ് ആണ്. അപ്പം എൻ്റെ അമ്മയുടെ ചിറ്റയുടെ വീട്ടിലാണ് ഒരു ഹൗസ് വാമിംഗ്. അപ്പം ഞങ്ങൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞുതരാം, വീടൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾ ബസ്സിൽ വെച്ചിട്ട് എടുക്കാമായിരുന്നു എൻ്റെ വ്ളോഗ്, പക്ഷെ പറ്റിയില്ല ബസ്സിൽ വെച്ചെടുക്കാനായിട്ട്. അത് കാരണമാണ് ഇവിടെ വെച്ച് എടുക്കുന്നത്. അപ്പം നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. അപ്പം ഞാനിവിടെ എത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു കേട്ടോ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അവിടെ ഈ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ കണ്ടോ, ഇവിടെ പന്തലൊക്കെ ഇട്ട് നല്ല റൈഡേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. കുറെ ടേബിളൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ. അപ്പുറത്ത് നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട്, ജ്യൂസ് അതൊക്കെ ഉണ്ട്. ഇതാണപ്പം സ്റ്റെപ്സ് ഉണ്ട്. ഇതാണപ്പം വീട് കേട്ടോ. അവിടേക്ക് കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിന്റെ ചിറ്റയാണേ. അപ്പൊ ഇതാണ് നമ്മുടെ ഹൗസിന്റെ ഹോളെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഈ 2 നിലയുള്ള വീടാണ്. അപ്പൊ നിങ്ങൾക്കത് ഫസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇരുന്നിട്ട് ഇവിടെയാണ് നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ പുറത്തുള്ള ഭാഗത്തോട് ഗ്രാസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അകത്തേക്ക് പോകുമ്പോ ഒരു ഹോള് പോലെ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത റൂം. ഈ റൂമില് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇതേപോലെ. ഇപ്പുറത്തും അതേപോലെ ഇട്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിങ് റൂമാണ്. അപ്പൊ ഇത് നമുക്ക് ടോയ്ലറ്റ് ആണ് കേട്ടോ. ഈ ഒരു ടോയ്ലറ്റിന്റെ ഉള്ളില് ഒരു ലൈറ്റ് പോലെ ഉണ്ട് കണ്ട, ഒരു മിറർ വന്നിട്ട് ഒരു ലൈറ്റ്. ഇത് എല്ലാ ടോയ്ലറ്റിലും ഉണ്ട് കേട്ടോ ഇതേപോലെ മിററിന്റെ ഉള്ളിൽ. ഇനി നമുക്ക് ഹോളിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ ഹോളില് തന്നെ ഒരു ഇതുണ്ട്. ഇത് തുറന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും, പക്ഷെ ലോക്കാണ് കേട്ടോ. അത് കാരണം എനിക്ക് പുറത്തേക്ക് പോയി ഞാൻ കാണിച്ചു തരാതിരുന്ന. അപ്പൊ ഇവിടെ അപ്പുറത്തൊരു കുറേയൊക്കെ ഇത് ചെടിയൊക്കെ ഇത് കാട് പോലെ കിടക്കുന്ന കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇതേപോലെ ജനലൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ട് ഉണ്ടോ, ഇതേപോലെ സ്റ്റെപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചേക്കണ കേട്ടോ. ചെടിയൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പോലൊരു ഇതിട്ടിട്ടുണ്ട്, ലാമ്പ് പോലെ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കബോർഡുകള്. നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇതാണ് ഒരു കിച്ചൺ, ഓപ്പൺ കിച്ചൺ ആണ്. ആ കിച്ചണിൽ തന്നെയാണ് നമ്മുടെ വാഷ് ബേസിനും വെച്ചിട്ടുള്ളത്. ഇത് ഈ ഒരു വാതിലിൽ കൂടിയാണ് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. 2 വാതിലുണ്ട്. ഇതാണ് ഒന്നാമത്തത്. ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ. ചിമ്മിനിയൊക്കെ ഉണ്ട് കണ്ടോ, ഗ്യാസ് സ്റ്റവ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മള്. ഇത് നമ്മുടെ വർക്ക് ഏരിയ. അപ്പൊ അതെ, ഇതാണ് നമ്മുടെ രണ്ടാമത് പുറത്തേക്ക് പോകാനുള്ള. അപ്പുറത്ത് എക്സിറ്റാവും ആണ്. കാലത്തേക്ക് പോവാം. ഈ വർക്ക് ഏരിയയുടെ മേളിൽ തന്നെ കുറച്ച് കബോർഡ്സുകൾ ഉണ്ട് കേട്ടോ. നമുക്കത് കാരണം അത് ഇവിടെ വല്ലതൊക്കെ എടുത്ത് വെക്കാം. ഉണ്ടോ, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു കബോർഡ് പോലെ ഇവിടെയൊക്കെ. പിന്നെ അതിൻ്റെ അല്ല, അടിയിലും ഉണ്ട് കബോർഡുകൾ. കണ്ടോ, നല്ല സൗകര്യമുള്ള ഒരു വീടാണിത്. കിച്ചണിലുണ്ട് അതേപോലെ കബോർഡുകളൊക്കെ കണ്ടോ. കുറെ ഇങ്ങോട്ട് വലിക്കാനൊക്കെ ഉണ്ട് കബോർഡ്. ഇപ്പുറത്തുനിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് കാണാൻ പറ്റുള്ളൂ. ട്രാൻസ്പെറൻറ്റ് വിൻഡോസ് ആണ് നമ്മുടെ കിച്ചണിലുള്ളത്. പിന്നെ നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. രസമാണ് അത് കാണാനായിട്ട്. പിന്നെ എനിക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു റൂമുണ്ട്. ആ റൂമിൽ കയറിക്കഴിഞ്ഞാൽ എനിക്ക് റിസോർട്ടിന്റെ ഫീലാണ് കേട്ടോ വരുന്നത്. ഞാനിപ്പോൾ മുകളിൽ കയറി കേട്ടോ. അത് നമ്മുടെ സ്റ്റെപ്പ് വന്നിട്ട് വുഡനാണ്. അത് കാരണം സ്ലിപ്പായി വീഴുമെന്നുള്ളൊരു ചെറിയ പേടി വേണ്ട നമുക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ റൂം. ഇതേപോലെ റൂം
പിന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, ഉണ്ടോ. അപ്പം ഇതാണ് പുറത്ത് ഇതേപോലെയാണ്. ഇതാണ് ഞാൻ റിസോർട്ടിൻ്റെ ഫീൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു റിസോർട്ടിൽ ഇതേപോലെ ഉണ്ടാവുമല്ലോ, ഇപ്പുറത്തുനിന്ന് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂസ് കിട്ടും അവിടെ. അപ്പം ഇത് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് കാരണമാണ് എനിക്ക് ആ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ എനിക്ക് ഈ റൂമിലേക്ക് കയറുമ്പോൾ എനിക്ക് തോന്നുന്നത്. നമ്മുടെ വർക്കുകളൊക്കെ അത്യാവശ്യം ചെയ്ത് കഴിഞ്ഞ് ഇനി അപ്പുറത്തൊരു വർക്ക്സ് ചെയ്യാനുള്ളൂ. ഞാൻ വന്നപ്പോൾ ഇത്രയും നല്ലായിരുന്നു. ഈ ടോയ്ലറ്റ് ഒന്നും ഇങ്ങനെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാം കംപ്ലീറ്റ് ശരിയാക്കിയിട്ടുണ്ട്. ഇനി ആ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതാണ് നമ്മുടെ വേറൊരു സീറ്റ് ഔട്ട്, ഒരു വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് നല്ല കാറ്റ് കിട്ടും, ഊഞ്ഞാലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമുക്ക് ആടെയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് കാണാനും പറ്റും. ഇനി ഇവിടെ നല്ല ചായയൊക്കെ കുടിക്കാം നമുക്ക്. ഇവിടെ നിന്നിട്ട് നല്ല മഴ സമയത്തൊക്കെ കസേരയിട്ടിരിക്കാൻ നല്ല കാറ്റൊക്കെ കിട്ടും നമുക്ക്. ഇതാണ് നമ്മളെ നേരത്തെ പോലെയുള്ള ഒരു ഇതുണ്ടോ, അതേപോലെ സിറ്റ് ഔട്ട്. ഇവിടെ നിന്നാലും നമുക്ക് അങ്ങോട്ടും നമ്മുടെ ചുറ്റിനും കാണാൻ പറ്റും. ഇതാണ് നെക്സ്റ്റ് റൂം. ഈ റൂം വന്നിട്ട് ഇതേപോലെ ഉണ്ടോ. ഇവിടെ പക്ഷെ നേരത്തെ പോലെയൊന്നും ഇല്ല. ഇതേപോലത്തെ റൂം, പിന്നെ അത് ഡ്രസ്സിങ് റൂം, പിന്നെ ടോയ്ലറ്റ്. നമ്മുടെ ഈ ഒരു മുകളിലത്തെ നിലയിൽ വന്നിട്ട് 2 റൂമുകളും പിന്നെ 2 ഇതേപോലത്തെ ഈ വർക്കിംഗ് ഏരിയാസാണ് വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ട്സുകളാണ് 2 റൂമുകളാണ് വന്നിട്ടുള്ളത്. താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ 1 റൂമാണ് വന്നിട്ടുള്ളത്, 1 റൂമുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ വീട്ടിൽ നല്ല കൂളിംഗ് കിട്ടാനുണ്ട്. ഞങ്ങൾ ഓട് ആണ് ഇട്ടിട്ടുള്ളത്. ഉണ്ടോ, ഇവിടേക്ക് നമുക്ക് ഇരിക്കാം, സ്റ്റെപ്പിലൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.